ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം. ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഒരു ട്രംപിൻ്റെ താരിഫ് ഫിയർ കൊണ്ട് വലിയ തോതിൽ ബുദ്ധിമുട്ട് ഉള്ള ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനാവട്ടെ താരിഫ് 25% വർദ്ധിപ്പിച്ചതിന് ശേഷം ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഇതിലൊന്ന്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇനി ഓയിൽ വാങ്ങുന്നില്ല, US-ൻ്റെ എതിർപ്പ് പരിഗണിച്ച് ഓയിൽ വാങ്ങുന്നില്ല എന്നുള്ള ന്യൂസ്. റഷ്യയിൽ നിന്ന് വന്ന ഷിപ്പ് തിരിച്ചു വിട്ടു എന്നുള്ള ന്യൂസ് ഉണ്ട്. എന്നാൽ വേറൊരു സമയത്ത് ഇന്ത്യ റഷ്യക്ക് US-ന് മുമ്പിൽ മുട്ടുമടക്കില്ല, റഷ്യയിൽ നിന്ന് വാങ്ങുമെന്നുള്ള ന്യൂസ്. അപ്പോൾ എനിവേ ഈ ഒരു താരിഫ് കാരണം US-ന് തന്നെ പ്രശ്നമുണ്ടാകുമെന്ന് ഇന്നലെ ചൈനീസ് കാർട്ടൂണിസ്റ്റിൻ്റെ എല്ലാം തന്നെ ഒരു കാർട്ടൂൺ ഇന്നലെ ഇൻ്റർനെറ്റ് ലോകത്ത് വലിയ തോതിൽ വൈറലും ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. Q1 റിസൾട്ടുകളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കമ്പനീസിൻ്റെ മാത്രമാണ് നിഫ്റ്റിയിലുള്ളത്. ബാക്കിയുള്ള സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ റിസൾട്ടുകളാണുള്ളത്. അതായത് നിഫ്റ്റീനെ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കേപ്പബിൾ ആയിട്ടുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US-ൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള കാരണം കൊണ്ട് US മാർക്കറ്റ് സീവിയർ സെൽ ഓഫ് കണ്ടു. ഡോയും നാസ്ഡാക്കും അതിനോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ മാർക്കറ്റും എല്ലാം തന്നെ 2.5% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അതേസമയം നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് പോയിൻറ്റുകളൊന്നും തന്നെ ചോർന്നു പോയിട്ടില്ല, ഫോളായിട്ടില്ല, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈവൻ US മാർക്കറ്റ് ഫോളായിട്ട് കൂടി. അപ്പോൾ US മാർക്കറ്റിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് ചലിക്കപ്പെടുന്ന രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ ലോക്കൽ ക്യൂസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇതിൽ ഒന്നാമത്തെ കാര്യം FISൻ്റെ ആക്ടിവിറ്റീസാണ്. കഴിഞ്ഞ മാസം ഏകദേശം 47,000 കോടി രൂപയ്ക്ക് മുകളിൽ FIS ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തി. അത് 4 മാസത്തെ FISൻ്റെ കണ്ടിന്യൂസ് ബൈക്ക് ശേഷമാണ് കഴിഞ്ഞ മാസം ആ ഒരു 4 മാസം ബൈക്ക് ഒരു വിരാമം ഉണ്ടായി. കഴിഞ്ഞ മാസം FIS സെല്ലേഴ്സായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ടുള്ള നിഫ്റ്റിയുടെ ഒരു യാത്രയ്ക്ക് FISൻ്റെ സ്വാധീനം വളരെ വലുതാണ്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരികയാണെങ്കിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിനെ പോലെ ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. എന്നാൽ ജപ്പാൻ മാർക്കറ്റ് 800 പോയിൻറ്റിൻ്റെ ഇടിവ്, കൊറിയ ഫ്ലാറ്റ്, ചൈന ഓസ്ട്രേലിയ ഇടിവ്, ഗോൾഡ് $3,352 പെർ ഔൺസ്, ബ്രൻ്റ് ഓയിൽ 69, ബിറ്റ്കോയിൻ ഏകദേശം ഒരു 1,700 പോയിൻറ്റിൻ്റെ ഒരു റാലി ഇതിലാണ് നിൽക്കുന്നത്. അതായത് ഏഷ്യൻ മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നോക്കുമ്പോഴും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സൊക്കെയാണ് കാണപ്പെടുന്നത്. നിഫ്റ്റിയിൽ കാണിക്കുന്ന 78 പോയിൻറ്റ് കണക്കാക്കേണ്ട, കാരണം അവർ ഓൾറെഡി തന്നെ ഡോ US മാർക്കറ്റിൽ ഏകദേശം ഒരു 500 പോയിൻറ്റിൻ്റെ അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി. അതിൽ നിന്നൊരു 70 പോയിൻറ്റ് റിക്കവറിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊരു പ്ലസ് ആണെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വന്ന് നമുക്ക് ഇത് തോന്നുന്നു ഇന്നലെ ഒട്ടുമിക്ക കമ്പനീസിൻ്റെ റിസൾട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ITC മിക്സഡ് റിസൾട്ടാണ് വന്നത്. റവന്യൂ 20% ഉയർന്നു, എന്നാൽ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റായിരുന്നു. ടാറ്റ പവർ നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്ന 1,262 കോടി രൂപ കരസ്ഥമാക്കി. എന്നാൽ റവന്യൂ 4.6% ഉയർന്നു. LIC ഹൗസിംഗ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 4.4% ഉയർന്നു. ഫെഡറൽ ബാങ്ക് 14% നെറ്റ് പ്രോഫിറ്റിൽ ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദിലീപ് ബിൽഡ്കോൺ കമ്പനി അവർക്ക് 1,505 കോടി രൂപയുടെ ഒരു മെട്രോ ഗുരുഗ്രാമിൽ നിന്ന് ലഭിച്ചൊരു ഓർഡർ. ABB കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഇടിവുണ്ടാക്കി. JR ഇൻഫ്ര കമ്പനി ഇവർ 57% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. റെയിൽ സ്റ്റീൽ കമ്പനി BSLൻ്റെ ഭാഗത്തു നിന്ന് 166 കോടി രൂപയുടെ ഓർഡർ കിട്ടി. MCX കമ്പനി നെറ്റ് പ്രോഫിറ്റ് 50% ഉയർത്തു. JK ലക്ഷ്മി സിമൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 56-ൽ നിന്ന് 150-ലേക്ക് ഉയർന്നു. PC ജ്വല്ലേഴ്സ് 156-ൽ നിന്ന് 162-ലേക്ക് ഉയർന്നു. സർദാർ എനർജി 198-ൽ നിന്ന് 430 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്ന വാർത്തകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരുപാട് കമ്പനീസിൻ്റെ 20ഓളം കമ്പനീസിൻ്റെ ന്യൂസുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസുകളൊക്കെ ആയിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.